ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാക്കാൻ നമുക്ക് ഇന്ന് കപ്പയും നല്ല മത്തിമീൻ കറിയും അടിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോകട്ടോ. അപ്പോൾ ആ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡി ആക്കിയിരിക്കണേ. പിന്നെ എല്ലാം എന്താ പുളി ഇതാക്കണേ. നമ്മൾ സാധാ പുളി ഉണ്ടല്ലോ, ആ പുളി ഇട്ടിട്ടുള്ളതാട്ടോ, കൊടുമ്പുളി ഇട്ടുള്ളതല്ല മത്തിക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്റെ മത്തിക്കറിൻ്റെത് ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചേക്കാം. അപ്പൊ ഇന്ന് ഞാൻ മത്തി അതേപോലെ പൂളി അതൊരു പുളിങ്കറി വെച്ചിക്കാണ്ട് ഞാൻ അതേപോലെ ചെയ്തു. ഇന്നലെ ഞങ്ങൾ എന്താ പുളിങ്കറി വെച്ചിട്ട് എന്താ ഞങ്ങൾക്ക് കപ്പ കിട്ടിയില്ല ഇന്നലെ. കപ്പ വൈകുന്നേരം നമ്മളെ കടയിലൊക്കെ കഴിഞ്ഞു. അതിലപ്പോൾ കപ്പല്ലായിരുന്നു. അപ്പൊ കപ്പ പിന്നെ പിറ്റത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് മീൻ അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പൊ അതാക്കണേ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചെയ്യുന്നത്, ഉലുവ ഇടുക. ഉലുവ അതിലിട്ടിട്ട് ശേഷം എന്താ പറയുക, നമ്മൾ ഫ്ലെയിം കുറക്കുക. നമ്മൾ മൺചട്ടിയാണ്, ഫ്ലെയിം കുറക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതാക്കണേ മസാലപ്പൊടികളല്ല കേട്ടോ. മല്ലി എടുത്തിട്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ട്, മുളക് പൊടി, എല്ലാ മസാലപ്പൊടിയും ഒരുമിച്ച് ഒപ്പം തന്നെ ഇടുക. അപ്പം ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതാക്കണേ ഉള്ളി ഇഞ്ചി പേസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യുക. ഇനി ഇതാക്കണേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ മസാലകൾ ഇതിലിങ്ങനെ വറുത്തെടുക്കുക. ആ ഉള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, അത് ഇതിലെന്ത് ചെയ്യുന്ന ഇതിൽ ഇങ്ങോട്ട് ആഡ് ആകുമ്പോൾ അതിൻ്റെ ചുവയൊക്കെ മാറി നല്ല ഒരുമിച്ച് തന്നെ നല്ലൊരു ഇതിലൊരു കളറിന് ഒരു വ്യത്യാസം വരും കേട്ടോ. നമ്മൾ ആ റെഡ് കളറിൽ നമ്മൾ ആ ഒരു കളറല്ല വരിക, നല്ലൊരു ഇതായിട്ട് വരും. ഈ സമയത്ത് ഇതാക്കണ്ട ഏകദേശം എത്ര മൂത്തു. ഈ സമയത്ത് നമുക്ക് ഇതാ നമ്മളെ സാധാ പുളി ഒഴിക്കുക. ഇനി ഇതൊന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യണവർക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി ആഡ് ചെയ്യാതെ ആണ് ഞാൻ ഈ വറുത്തരച്ചതല്ലത് നമ്മൾ എന്താ ഫസ്റ്റ് മസാലയിൽ മൂപ്പിച്ചെടുത്ത മത്തിക്കറി നമ്മളെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടോ. നല്ല കുറുതായിട്ട് തന്നെ നല്ല ചാറായിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. തക്കാളി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ചാറിൽ കിട്ടും. ഇനി തക്കാളി നമുക്ക് കറി ലീഫ് ആഡ് ചെയ്യാം. ഇനി ഇത് തിളക്കോ ഇതാക്കൊന്നും വേണ്ട. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ മീനുണ്ടല്ലോ, മീൻ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി എന്ത് കാര്യം ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്താ അറിയോ, ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയല്ലേ. ഈ ഒരു മസാലക്കൂട്ട് ഞാൻ ഈ കൂട്ടിയില്ലേ, ഇതുപോലെ തന്നെ മസാല കൂട്ടിങ്ങാണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ ആ 1 by 1 ആ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു കറി എങ്ങനെ അടിപൊളി കറിയായിരിക്കും. അതായത് ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ ഞാൻ കറി കഴിച്ചിട്ടു പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടുങ്ങൾക്ക് ഒന്ന് കാണിക്കണമല്ലോ. അതിൽ ഇന്നലെ ഞാനൊരു തക്കാളി കുറച്ച് ആഡ് ചെയ്തിരുന്നു കേട്ടോ. തക്കാളിൻ്റെ ആവശ്യമില്ല, തക്കാളി ആഡ് ചെയ്യാതെയും നല്ല രുചിയാണ് വരുന്നത്. അതായത് ഞാൻ ഇതൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞാൻ എൻ്റെ മസാലക്കൂട്ട് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ കറി ഇങ്ങനെ ആകുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. കപ്പൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. കപ്പ ക്ലീൻ ചെയ്തപ്പോഴത്തേന് മത്തിക്കറി കറി നമ്മളതെല്ലാം ഉഷാറായിട്ട് വെന്തു. നല്ല സ്മെല്ല് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ പുളി ഉപയോഗിക്കണം, കൊടുമ്പുളി അല്ലാതെ സാധാ പുളി. ഇനി എന്താ അറിയാം ഉണ്ടാക്കണേ, ഇങ്ങനെ മുളക് ഇങ്ങനെ കീറിയിട്ടിട്ട് പിന്നെ അതുപോലെ മല്ലിച്ചപ്പും പുതിനയും മുളക് കീറിയിട്ടത് ഇങ്ങനെ ഒന്നതിൻ്റെ പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഞങ്ങൾ ഒരു കറിക്കും ഇടാതെ ഞങ്ങൾ നിൽക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തീർന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾ കറിയിൽ ഇടാതെ നിൽക്കുള്ളൂ. അതേ പിന്നെ എല്ലാത്തിലും നമ്മളൊന്ന് ആഡ് ചെയ്യുക. അത് നല്ലൊരു മല്ലിച്ചപ്പ് പറഞ്ഞാൽ പുതിന പറഞ്ഞാൽ നല്ല നമുക്ക് ഹെൽത്തിന് വേണ്ട ഒരു സാധനം തന്നെ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഇത് ഓഫ് ചെയ്യാം. അത് നമ്മൾ ഈ മല്ലിച്ചപ്പ് പുതിനയൊക്കെ ഉണ്ടല്ലോ, നമ്മളത് കറിയിൽ കുഴച്ച് അതുപോലെ കഴിക്കണം. അല്ലാതെ അത് വേറെ ഇങ്ങനെ എടുത്തിട്ട് കണ്ട് ചെയ്യരുത്. അത് നമ്മളെ ചോറിൻ്റെ നമ്മളെന്താ കഴിക്കണതിൻ്റെ കൂടെ തന്നെ ആ ഗ്രേവി നമ്മൾ കുഴച്ച് കഴിക്കൂല. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലുണ്ടപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്, നല്ല ഇതിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നും വേണ്ട. ഇനി ഇതേപോലെ ഫ്ലെയിം ഓഫ് ആക്കുക, അടച്ചു വെക്കുക. പിന്നെ കഴിക്കണ സമയത്ത് നമ്മളിതൊന്ന് എടുത്ത് കഴിക്കുക. ഇതേപോലെ തന്നെ കപ്പ ഇതാക്കണം. ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഞാനൊന്ന് ആഡ് ചെയ്യണേ. എന്താ പറയുന്നത്, മഞ്ഞപ്പൊടി നല്ലതാണല്ലോ. മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക ആദ്യം ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടണേ. ഇനി അത് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 2 വിസിലോ ഒരു 3 വിസിലോ അടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അവിടെ ഷാജി പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുകയാണ്.
ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പൊ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തില. ഈ ചെരുപ്പ് അപ്പൊ ഒരു ചെരുപ്പ് ഇട്ട് ആ ചെരുപ്പ് പറ്റിയില്ല, വേറെ ഒരു ചെരുപ്പ് ഇട്ട് കണ്ടൊക്കെ പോവാണ്. ഇങ്ങോട്ട് നോക്കി. അപ്പൊ അതൊക്കെ നമ്മളെ കപ്പ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് വെന്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കണ്ടോ, നല്ല ഉഷാറായിട്ട് വെന്തു കണ്ടോ. ഇതാക്കും ഞാൻ കപ്പ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട്. വറവിടാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ ഞാനൊന്ന് ഇന്ന് എങ്ങനെ വറവിടണമെന്ന് കാണിച്ചു തരാം കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഇതെന്താ പറയുക, നമ്മൾ കറി ഒഴിച്ച് മീൻ കറി ഒഴിച്ച് കഴിക്കാതെ നമ്മൾ കറി ഒന്നുമില്ലാതെ നമ്മൾ ഈ വറവിട്ട് കാണ്ട് കഴിക്കൂലേ, അതും കൂടി കാണിക്കണം. ഇപ്പം ഞാൻ മീൻ കറി ഒഴിച്ച് കാണ്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കഴിക്കും, ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്ത് കാണ്ട് കഴിക്കും. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കാണ്ട് കഴിക്കും. ഇപ്പം ഇത് നമ്മളെന്താ പറയുക, ഒരു 4 മണിക്കൊക്കെ വെറുതെ ഇപ്പം നമുക്ക് കറി ഒന്നും ഒഴിക്കാതെ, കറി ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാവില്ല, വെറുതെ കഴിക്കാൻ ഇഷ്ടമുണ്ടാണ് ആ രീതിയിൽ ഒരു വറവിടാൻ കാണിക്കണതേ. ഇതൊക്കെ നമ്മളെ ഉള്ളി കൊച്ചുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൊച്ചുള്ളി ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരിച്ചിരി കറി ലീഫ് ആഡ് ചെയ്തു. ഇനി ഒരിച്ചിരി അതേപോലെ നമ്മൾ ചില്ലി പൗഡർ ഇട്ടു, ഒരിച്ചിരി കേട്ടോ. അതെന്താ പറയുക, ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ ഈ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും, കഴിക്കാനും വേറൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം അതൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് വരാം. അത് നല്ല സ്മെല്ലാട്ടോ ആ ഒരു മുളക് പൊടിൻ്റെത്. ഇതേ ഒരു മുളക് പൊടി ഇതേപോലെയായിരിക്കും മീൻ കറി, നല്ല അടിപൊളി കറിയായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ തകണ ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്യാം. ചമ്മന്തി ഇറക്കാതെ വറവിട്ടുകാണ്ട്, ചമ്മന്തി അതേപോലെ കറി ഒന്നുമില്ലാതെ വറവിട്ടുകാണ്ട് നമ്മൾ കപ്പ കഴിക്കുന്നത്. ഇതിക്ക് നല്ലൊരു അടിപൊളി ചായ. ഇനി നമ്മുടെ കപ്പ ഉണ്ടല്ലോ ഇതിക്കണ്ടല്ലോ കേട്ടോ. ആ വറവിട്ട് കപ്പ ഒന്നായിട്ട് കൊണ്ടിട്ടു. ഇനി നമുക്ക് ഇതിൽ കപ്പേനെ നല്ലോണം കൂട്ടി കുഴക്കുക. എന്നിട്ട് നല്ല ഇടിച്ചങ്ങാണ്ട് ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ. ഇത് നല്ലോണം കുഴച്ച് മറിച്ചങ്ങാണ്ട് എടുത്തുങ്ങാണ്ട്, അല്ല അത് കുറച്ച് നല്ല നമുക്കിങ്ങനെ ഇടിച്ച് നല്ലതായിങ്ങാണ്ട് എടുക്കണ്ടേ, നല്ല ഗ്രേവി പോലെ ഇങ്ങാണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല കുത്തി ഉടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കുത്തി ഉടച്ച് ഇനി നമുക്ക് ഇതാക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ ദം ഇടുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ മല്ലിച്ചപ്പ് ഒന്നും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പം ഞാനിതിൽ ഗരം മസാല അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കുക, കുത്തി ഇളക്കുക. നമ്മളെ മല്ലിച്ചപ്പൊക്കെ ഒന്നായിട്ട് കുത്തി ഇളകിക്കാണ്ട് എന്നിട്ട് അത് നല്ലോണം ഇതാക്കണം. നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെ അങ്ങോട്ട് അടച്ച് വെക്കുക, എന്നിട്ട് കഴിക്കുക തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോകും. അതായത് വീഡിയോയുടെ ഫസ്റ്റും പറയുന്നുണ്ട്, ലാസ്റ്റും പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ഷോർട്സ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സ്വന്തം നമ്മളെ ഐഡിയയിൽ വരുന്ന ഓരോ സ്വന്തം നമ്മളാണ് ചെയ്യുക. അപ്പോൾ അത് വെറൈറ്റി ടേസ്റ്റ് ആയിക്കാണ്ട് വരും. അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരാൾ ചെയ്യുന്നത് അതേപോലെ ഫോളോ ചെയ്യല. നമുക്കൊരു അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കാനും ഇഷ്ടമായിരിക്കും. കപ്പയൊന്നും കഴിക്കാത്ത കുട്ടികളോ മക്കളോ ആരെങ്കിലും അമ്മമാരോ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ കപ്പയൊക്കെ തന്നാലെ കഴിച്ചു പോകും. അപ്പോൾ ബായ്. ഇനി നമുക്ക് നമ്മുടെ മത്തിക്കറി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. കണ്ടോ മക്കളെ, അടിപൊളിയായിട്ട് കണ്ടോ. അടുത്തുനിന്ന് കാണിക്കാൻ, അടുത്ത് കാണിക്കാൻ. എന്താ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ടേസ്റ്റ് അടിപൊളി കേട്ടോ. ഇനി നമുക്ക് കപ്പയും പൂളിയും കിട്ടാൻ കഴിച്ചാണ്ടല്ലോ. അങ്ങനെ രസല്ലേ? ഇങ്ങനെ ഇപ്പൊ വീഡിയോ എടുക്കാം. നിങ്ങൾ ഈ ഷർട്ട് ഇടാതെ ടീഷർട്ട് ഒന്നും ഇടാതെ എടുക്കുമ്പോഴേ
അതപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാം അങ്ങനെ ആ കപ്പേ കപ്പ നിങ്ങൾ ആ ഗ്രേവി ആകാത്ത ഒന്ന് കഴിച്ചോക്കാൻ ഗ്രേവി ആകാതെ എങ്ങനെയുണ്ട് നല്ല ഉണ്ട് ഉണ്ടോ ആ എന്നാ മതി ആ അപ്പൊ കണ്ടില്ലത് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞേക്കണ് കറിയില്ലാതെ കഴിക്കാന്ന് ഞാൻ പറഞ്ഞേക്കണേ പക്ഷെ അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഷാജി ഒന്നുമില്ല പള്ളിയിൽ പോയതാണ് ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കാണിച്ചൊന്നും ചെയ്തിരുന്നു അപ്പൊ എന്താണെന്നറിയാം അപ്പൊ അതിന്റെ കറക്റ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറയുന്ന ജെന്യുവിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ നമ്മളെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാട്ടോ ബായ് അപ്പൊ എന്താ പറയാ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ എന്ത് സാധനമാണെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു കിട്ടുമ്പോ നമുക്കൊരു സന്തോഷം തന്നെയാണ് നല്ലൊരു വർത്താനം കിട്ടുമ്പോ അല്ലേ എനിക്ക് സന്തോഷാണ് പക്ഷെ ഞാനെന്താ പറയാ ഇത് വെറുതെ കഴിക്കാന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഓരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കറക്റ്റാണ് പറഞ്ഞത് അല്ലാതെ തന്നെ എന്താ പറയാ കപ്പന്റെ പൂളന്റെ ഒക്കെ ഒരാളാണ് നിങ്ങളെ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കിയില്ലേ എങ്ങനെയാണ് ഞാനത് നിങ്ങൾക്ക് അറിയില്ലാതെ കഴിക്കാറുണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് കൊണ്ടിട്ടോ ആ അപ്പൊ ഉണ്ടാക്കിയത് ഇല്ല അറിയാലോ എങ്ങനെയാ ഉണ്ടാക്കിയത് ഞാൻ അപ്പൊ ഞാൻ പറയണൊക്കെ അതിൽ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവൂലേ അതാണ് നമ്മളത്